അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും കൂടെ മിക്സ് ചെയ്ത് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊന്ന് വേഗമായിട്ട് പല തവണ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇനി കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവാം. അതിന്റെ ഒപ്പം നമ്മൾ നോക്കാൻ പോണത് നമുക്ക് ഇനി ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ടാസ്ക് 1 എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ ടാസ്ക് 1 നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടാസ്ക് 2 കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടാസ്ക് 1 സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ഇനിഷ്യൽ ഇതിലേക്ക് നമുക്കൊന്ന് പോവാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ നമ്മള് ഒന്നും കൂടെ ബാക്ക് പോവാണ്. കാരണം നമുക്ക് നല്ല വണ്ണം തറവായിട്ട് പോരാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് സെന്റൻസ് ഒന്നും നോക്കുകയാണ് കേട്ടോ. കോമ്പൗണ്ട് സെന്റൻസ് എന്താന്ന് നമ്മൾ പഠിച്ചിരുന്നു. 2 ഇൻഡിപെൻഡന്റ് സെന്റൻസുകളെ സെമിക്കോളൻ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കോമ്പൗണ്ട് സെന്റൻസ് പറയും. അപ്പൊ ഇവിടെ 2 തീമാണ്, 2 കാര്യമാണ്. ഒന്നിനെ ആയിട്ട് ആദ്യത്തെ സെന്റൻസുമായിട്ട് എപ്പോഴും രണ്ടാമത്തെ സെന്റൻസ് ബന്ധപ്പെട്ട് നിൽക്കും. ഈ രണ്ടാമത്തെ സെന്റൻസ് നോക്കുക, ദ സ്റ്റുഡൻസ് വാണ്ട് ടു പാസ് ദ കോഴ്സ് ആൻഡ് ദേ സ്റ്റഡി ഹാർഡ്. അപ്പൊ ഈ ദേ എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച്, ഈ സ്റ്റുഡന്റിനെ കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഈ 2 സെന്റൻസുകൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് അത് സെമിക്കോളനായിട്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് എഴുതിയിരിക്കണം. അടുത്ത് നോക്കുക, ഇറ്റ് റെയിൻ ഹാർഡ്ലി, സോ. ഈ സോ എന്ന് പറയുന്നത് ഈ ടോട്ടൽ മീനിങ്ങിനെ ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കും. കാരണം ഇതിന്റെ ഒരു റീസൺ ആയിട്ടായിരിക്കും, ഒരു കാരണമായിട്ടായിരിക്കും ഇത് വരിക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സോ എന്ന് പറയുന്നത്. നമ്മൾ അത് ഇത് ഫാൻ ബോയ്സിന്റെ എസ് ആണ്. പഠിച്ചു, ഐ വെന്റ് ടു ബെഡ് എയർലി, ഫാൻ ബോയ്സിന്റെ 4. കാരണം ഐ വാസ് ടു ടയർഡ്. യു, അപ്പോൾ കോമ ഇട്ടു. 2 സിമ്പിൾ സെന്റൻസ് ആണ്, പക്ഷേ സെന്റൻസ് തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് കാണിക്കുന്നതാണ് ഈ 4. അപ്പൊ ഈ 4ന്റെ അർത്ഥമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വന്ന സെന്റൻസിൽ വരിക. ഇവിടെ സോയുടെ അർത്ഥമായിരിക്കും ഇത് കഴിഞ്ഞ സെന്റൻസ് വരിക. അപ്പൊ നോക്കുക, യു ഹാവ് ഗെറ്റ് അപ്പ് എയർലി, സെമിക്കോളൻ, അതർവൈസ്. അതർവൈസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമായിരിക്കും അവിടെ എഴുതുക. കോമ ഇട്ടിട്ട് അടുത്ത സെന്റൻസ് ഇട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്തത്, ദ ഒഫീഷ്യൽ ഡിനൈഡ് ദ റിപ്പോർട്ട്, സെമിക്കോളൻ. പിന്നെ നോക്കുന്നത് മോർ ഓവർ. എന്താ മോർ ഓവർ വന്നിരിക്കണേ? ദേ റെഫ്യൂസ് ടു കമന്റ്. അപ്പോ ഈ സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു സെന്റൻസ് ആണിത്. 2 സിമ്പിൾ സെന്റൻസ് ആണ്. നമ്മൾ വേറൊരു ആംഗിളിൽ നമ്മൾ ഇതിനെ നോക്കിയിരുന്നു, ബൈക്ക് ആൻഡ് ബാസ്കറ്റിന്റെ സൈഡ് നോക്കിയിരുന്നു. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹു ഓർ വാട്ട് അബൌട്ട് ഇറ്റ്, ഹു ഓർ വാട്ട് അബൌട്ട് ഇറ്റ്. ഫ്രണ്ട് വീല്, ബാക്ക് വീല്, ബൈക്ക്. ഫ്രണ്ട് വീല്, ബാക്ക് വീല്, ബൈക്ക്.
front wheel, the student wants to pass the course, back wheel. Front wheel, back wheel. അപ്പോൾ ഒരു സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമ്മുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണത്? ഫ്രണ്ട് വീൽ ഉണ്ടോ, ബാക്ക് വീൽ ഉണ്ടോ, ബൈക്കാണോ, ബൈക്കാണോ, ബാസ്കറ്റ് ആണോ, ഓൾവേസ് ചെക്ക്. ഒരിക്കലും തിരിച്ച് നമ്മൾ വേറെ ആരോടും നമ്മുടെ സെന്റൻസ് തിരുത്താൻ പറയാൻ പാടില്ല. നമ്മൾ തന്നെ തിരുത്തണം എല്ലാ സെന്റൻസുകളും. നമുക്ക് തിരുത്താൻ പറ്റും. Poor what? It. What about it? ആൻസർ ഉണ്ട്. Poor what? The road. What about it? Was for last night. Okay. അപ്പൊ അത് സെന്റൻസ് ആണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ കോമ്പൗണ്ട് സെന്റൻസ് വന്നാൽ തിരുത്താൻ നമുക്ക് ആരുടെ ആവശ്യം പാടില്ല. ഒരു സെന്റൻസ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടിരിക്കണം. ഇതിനകത്ത് നമ്മളൊരു ഫോർമുല സ്റ്റൈലിൽ നോക്കിയായിരുന്നു. ബേസിക്കലി ഈ ഫോർമുല എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോഴും അപ്പോൾ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം രണ്ട് സെന്റൻസിൽ നമ്മൾ കൂട്ടിവായിപ്പിക്കുന്ന കാര്യമാണ്. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ എന്താ പറയുന്നത് എന്ന്. അപ്പോ ഐ റെന്റ് എ ഹൗസ്, ഇറ്റ് ഈസ് നിയർ മൈ ഹോം. ബേസിക്കലി ഓടിച്ചു നോക്കാം. നമ്മളെല്ലാം കണ്ടിരുന്നു. ഇവിടെ സെമിക്കോളം വിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ സെമിക്കോളം വെച്ച് ചെയ്തിരിക്കുകയാണ്, ഇവിടെ സെമിക്കോളം വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ഓർ എന്ന് പറഞ്ഞാൽ ഫാൻ ബോയ്സിന്റെ ഓയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കോമ ഇട്ടിട്ട് രണ്ട് സെന്റൻസിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് സെന്റൻസിലും ബൈക്ക് ആൻഡ് ബാസ്കറ്റ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വീല്, ബാക്ക് വീല്, ഫ്രണ്ട് വീല്, ബാക്ക് വീല്. പിന്നെ ഇവിടെ സെമിക്കോളിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്, സെമിക്കോളിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല ശരിയാണ്, നമ്മുടെ കാര്യങ്ങൾ ശരിയാണ്. രണ്ടാമത്തെ ടൈപ്പ് നോക്കിയാൽ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ അതിനകത്ത് ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എന്ന് പറഞ്ഞാൽ റീസൺ എന്നാണ് അർത്ഥം. ആൻഡ് എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്നാണ് അർത്ഥം. നോർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അഡീഷൻ ആണ് അർത്ഥം. കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഈ ബട്ട് ഓർ എറ്റ് ആണ്. ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓർ ആണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ സോ ആണ്. അപ്പൊ ബേസിക്കലി ഈ സോ കഴിഞ്ഞിട്ട് വരേണ്ടത് ഒരു റിസൾട്ട് ആയിരിക്കണം. ഈ ഓർ കഴിഞ്ഞിട്ട് വരേണ്ടത് എപ്പോഴും ഒരു ചോയ്സ് ആയിരിക്കണം. ബട്ട് കഴിഞ്ഞിട്ട് വന്നത് അതിന്റെ കോൺട്രാസ്റ്റിലെ കാര്യം വരാവുള്ളൂ, വേറെ ഒന്നും പറയാൻ പാടില്ല. ആൻഡ് കഴിഞ്ഞിട്ട് വന്നത് അതിന്റെ അഡീഷൻ ആയിരിക്കും വരിക. ഫോർ കഴിഞ്ഞിട്ട് വന്നത് എപ്പോഴും ഒരു റീസൺ ആയിരിക്കും. സോ ദിസ് ഈസ് എ വെരി കോമൺ സെൻസ് വി ആർ തിങ്കിങ്. വെരി 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 പിന്നെ നമുക്ക് ലിറ്ററലി അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. ഈ അർത്ഥം പഠിക്കുക. അപ്പൊ ഈ അർത്ഥം നമ്മൾ നല്ലോണം പഠിച്ചു വെക്കുന്നത് പറയാൻ കാരണമാണ് ഇത് നമുക്ക് ഏത് പേര് നോക്കിയാലും ഇപ്പൊ ഇതിന്റെ അകത്ത് ഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടോ, ഓക്കെ, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടോ, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ബൈക്ക് ഉണ്ട്, ഹു ഓർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്, ഹു ഓർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. അതിന് ഫോർ ഉണ്ട്. ഫോർ എന്ന് പറഞ്ഞാൽ ഫാൻ ബോയ്സിന്റെ ഫോർ ആണ്. അത് ഒരു ഇത് വെച്ച് ആഡ് ചെയ്യുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ റീസൺ ആണ്. അപ്പൊ ഇത് കാരണം, ഇതിന്റെ കാരണമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് എഴുതുക. ഇതിന്റെ കാരണമാണ് ഇത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ എന്താ പറയുക അഡീഷൻ ആണ് ഇത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് അഡീഷൻ ആണ് ഇത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ബട്ട് അതിന്റെ കോൺട്രാസ്റ്റ് ആണ് ഈ ഉത്തരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യവും ഉത്തരവും ലെവലിലാണ് നമുക്കിപ്പോ നമ്മൾ നോക്കുന്ന സെന്റൻസിനെ കേട്ടോ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സെന്റൻസുകള്. ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ചുമ്മാ രണ്ട് സെന്റൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ അർത്ഥങ്ങൾ കിട്ടുന്ന സെന്റൻസ് ആണ് അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ അവർ തിയറി സേസ് ദാറ്റ് independent clause semicolon, independent, no, not really, because we want this answer. Apo I will go by taxi, choice, I will be late for a sale meeting. Okay, I checked my homework, yet, contrast. So adukondu result and result. So ഈ ഒരു ഫോർമാറ്റ് വിട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല. നമ്മൾ എന്ത് എഴുതിയാലും ഈ സെന്റൻസിന്റെ ഫോർമാറ്റിന്റെ അകത്താണ് നമ്മുടെ IELTS പേപ്പറിൽ നമ്മൾ എഴുതാൻ പോണ 27 സെന്റൻസിൽ എന്ത് സെന്റൻസ് എഴുതണമെങ്കിലും ഈ ഒരു സെന്റൻസിലെ വരാവുള്ളൂ. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഒരു തെറ്റുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നല്ലവണ്ണം ഫോക്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അടുത്ത ശ്രദ്ധിക്കുക, adverbial conjunction. ആ വലിയ വാക്കൊക്കെ വിട്ടോ, അത് adverbial conjunction ആണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. Addition, besides, furthermore, moreover. അതിന്റെ അർത്ഥമാണ്. Contrast, however, nevertheless, instead, choice, results, consequently, therefore, comparison, likewise, similarly. അപ്പോൾ നോക്കുമ്പോൾ adverbial conjunction എന്ന് പറഞ്ഞാൽ we may join two simple sentences by using adverbial conjunction, conjunctive adverb, which is preceded by the semicolon followed by the comma. അതതിന്റെ തിയറി പാർട്ടാ. പക്ഷെ നമ്മൾ ഈ സെന്റൻസിലേക്ക് നോക്കിയേ, the officials denied the report,
മോറോവർ. അത് ഏത് മോറോവർ നമുക്ക് നോക്കാം. ആഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഒന്നും കൂടെ ഊന്നി പറയാണ്, they refuse to comment. അപ്പൊ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൂട്ടി പറയാം. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾസ് നമ്മൾ മാക്സിമം അതിന്റെ അർത്ഥത്തോടെ പഠിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന സെന്റൻസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നോക്കുക, the house isn't big enough for us. Furthermore, additional, furthermore, it is too expensive. He had made the mistake. ഇനി നമ്മൾ സെന്റൻസുകളുടെ അർത്ഥങ്ങളിലേക്ക് പോവാണ്. നോക്കുക, he had made the mistake. നമുക്ക് എല്ലാ ആംഗിളിലൂടെ നോക്കാം. നമ്മുടെ സെന്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടോ? ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. വെൽ ഡൺ. അപ്പൊ ഇതാണ് ബൈക്ക് മോഡൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഹി വോർ വാട്ട് അബൌട്ട് ഇറ്റ്, അതുകൊണ്ട് അപ്പൊ ബൈക്കിന്റെ ഫ്രണ്ട് വീലും ഉണ്ട്, ബാക്ക് വീലും ഉണ്ട്. അപ്പൊ എക്സാക്ട്ലി സെന്റൻസ് ആണ്, അതിൽ യാതൊരു തർക്കവും എനിക്കില്ല. അത് കഴിയുമ്പോൾ however, he refused. അപ്പൊ ഈ however എന്ന് പറയുന്നതാണ് എന്താണ് ഉപയോഗിച്ചത്? കോൺട്രാസ്റ്റ്. he refused. അപ്പൊ ആ ഒരു ഫോർമാറ്റിന്റെ അർത്ഥത്തേക്ക് he refused. നമ്മളിപ്പോ ഒന്നും കൂടെ വേറൊരു ആംഗിളിലേക്ക് നമ്മൾ സെന്റൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഫോർമുലയ്ക്ക് അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഫോർമുലയ്ക്ക് അകത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ പഠിക്കുക. So we need to practice. You must buy the ticket, otherwise we won't be able to see the party. Otherwise എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ നോക്കിയായിരുന്നേ? നമ്മളിവിടെ otherwise കണ്ടിരുന്നു. Furthermore, choice. Okay. So നമ്മൾ ചോയ്സ് കണ്ടിരുന്നു. ചോയ്സ് അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു ചോയ്സ് എഴുതാൻ പറ്റുള്ളൂ. ആ ചോയ്സ് എഴുതുന്നതും ഈ സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോയ്സ് എഴുതാവുള്ളൂ. അപ്പൊ നമ്മുടെ കോമൺ തിയറി നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ കോമൺ സെൻസ് തിയറി ഉപയോഗിക്കുന്നത്. ബട്ട് വി ഹാവ് ഗോട്ട് ഓൾ ദി ടെസ്റ്റിംഗ് മെഷീൻസ് വിത്ത് അസ്. നമ്മൾ സെന്റൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കും നമ്മുടെ കയ്യിലുണ്ട്. സോ വി ആർ കോൺഫിഡന്റ് ദാറ്റ് ദീസ് സെന്റൻസസ് ആർ റൈറ്റ്. അടുത്ത ശ്രദ്ധിക്കുക, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, അപ്പൊ നമ്മള് സെന്റൻസ് ഫോർമേഷന്റെ ഒരു ഭയങ്കര കോമ്പൗണ്ട് ആണ്, കോംപ്ലക്സ് മോഡൽ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒന്നില് ബാസ്കറ്റ് ഫ്രണ്ടിൽ വരിക, ബാസ്കറ്റ് നടുക്ക് വരിക, ബാസ്കറ്റ് ബാക്കിൽ വരിക. കോമൺ അതാണ് അതിന്റെ കോമൺ തിയറി അല്ലെ. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച് കോമ ഇട്ട് സെന്റൻസ് എഴുതുക, അല്ലെങ്കിൽ ബാസ്കറ്റ് ബാക്കിൽ വെക്കുക കോമ ഇടാതെ, ബാസ്കറ്റ് നറുക്ക് വെക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കോമ ഇടുക. അത് എസെൻഷ്യൽ ആണെങ്കിൽ കോമ വേണ്ട, നോൺ എസെൻഷ്യൽ ആണെങ്കിൽ കോമ വേണം. അതായത് കോമൺ നൗൺ ആണ് വരുന്നതെങ്കിൽ കോമ വേണ്ട, കോമൺ നൗണാണ് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് വെച്ച് നടുവശത്ത് വെക്കുന്ന ബാസ്കറ്റ് വിശേഷിപ്പിക്കുകയാണെങ്കിൽ കോമ വേണ്ട, എസെൻഷ്യൽ ആണെങ്കിൽ അവിടെ കോമ വേണം. നമ്മൾ അത് കണ്ടിരുന്നു. ഇതാ നോക്കുക, നമ്മൾ ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് ഒന്നും കൂടെ തറവുമായിട്ട് പോകാൻ പോവാണ്. നമുക്ക് ആദ്യം തന്നെ ഈ സെന്റൻസ് വായിച്ചു നോക്കാം. ബിക്കോസ് ഷീ സ്റ്റഡീഡ് ഹാർഡ്, ഓക്കെ, ഷീ പാസ് ദ എക്സാം, ഓക്കെ, ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. ആദ്യത്തെ ടെസ്റ്റ് ടൂൾ നമ്മളെ ഉപയോഗിക്കാം. ഹു ഓർ വാട്ട്? ഷീ. വാട്ട് അബൌട്ട് ഷീ? സ്റ്റഡീഡ് ഹാർഡ്. ബിക്കോസ് ചേർത്ത്, ബിക്കോസ് ആ സെന്റൻസിന്റെ ആദ്യം ബിക്കോസ് എന്ന് പറഞ്ഞ വാർഡ് അവിടെ ചേർത്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ഒരു ബാസ്കറ്റ് ആയിട്ട് മാറി. സോ സ്വന്തമായിട്ട് യാതൊരു സെന്റൻസ് നമുക്ക് കണ്ടു. അടുത്ത സെന്റൻസിൽ പോവാം. ഫോർ വാട്ട്? ഷീ. വാട്ട് അബൌട്ട് ഷീ? പാസ് ദ എക്സാം. സോ അതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ്, സ്വന്തമായി എഴുതാൻ കഴിയുന്ന സെന്റൻസ് ആണ്. അടുത്ത് നോക്കുമ്പോൾ കോമ, ഇതൊരു ആൻഡ് മുമ്പ് കോമ വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഫാൻ ബോയ്സിന്റെ ആൻഡ് ആവാനുള്ള പോസിബിലിറ്റി വെരി ഹൈ ആണ്. ഓക്കെ, ഷീ വാസ് സോ ഹാപ്പി. ഷീ വാസ് സോ ഹാപ്പി. ഫോർ വാട്ട്? ഷീ. വാട്ട് അബൌട്ട് ഷീ? വാസ് സോ ഹാപ്പി. ബാക്കി വീലുണ്ട്, ഫ്രണ്ട് വീലുണ്ട്, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ നോക്കുക, ഇവിടെ 3 കാര്യങ്ങളാണ് ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ 3ഉമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. Because she studied hard, comma.
ഇവിടെ വരെ എടുത്തു നോക്കി, ബിക്കോസ് ഷീ സ്റ്റഡി ഹാർഡ് ഷീ പാസ്ഡ് എക്സാം. അതൊരു എനിക്കിപ്പോ ഒരു കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? എക്സാക്ട്ലി, ഇതൊരു കോംപ്ലക്സ് സെന്റൻസാ, നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ, ഷീ പാസ് എക്സാം ആൻഡ് ഷീ വാസ് സോ ഹാപ്പി. അതൊരു കോമ്പൗണ്ട് സെന്റൻസാ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇപ്പൊ നമ്മള് എനിക്കറിയാം, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പഠിക്കുമ്പോ ഒരു ഈശോയുടെ പടം കൊണ്ടുപോയിരുന്നു 3D ആയിട്ട്. അത് എങ്ങനെ നോക്കിയാലും മാതാവ് ഈശോയും മാറും എന്നൊരു പടം 3D പിക്ചർ പോലെയാണ്. എന്ന് പറഞ്ഞ പോലെ കോംപ്ലക്സും ആവും കോമ്പൗണ്ടും ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ്. പക്ഷെ ഇവിടുത്തെ ഐഡിയ നോക്കുക, നമുക്ക് ആ സെന്റൻസിന്റെ ആ ഒരു ഫോർമാറ്റിക്ക എന്നുള്ളത്, ആ സെന്റൻസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് 3ഉം അടുത്തടുത്തടുത്ത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് നോക്കുക, വി ഐഡന്റിഫൈഡ് അവർ ടീം വീക്ക്നെസ് വിച്ച് ഹാർനസ് അവർ എഫിഷ്യൻസി. ഓക്കെ, അതൊരു കോംപ്ലക്സ് സെന്റൻസാ അല്ലെ? എക്സാക്ട്ലി ഒരു കോംപ്ലക്സ് സെന്റൻസാ. ഡെഫിനറ്റ്ലി കൈമാറ്റോടെങ്കിൽ വിച്ച് ചേർത്തിരിക്കുകയാണ്. ബാസ്കറ്റ് ബാക്കിൽ വെച്ച് ബാസ്കറ്റ് ബാക്കിൽ വെച്ചാണ് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമിലിട്ട് ആൻഡ് വി അഗ്രി ടു ഇംപ്രൂവ്. ഓ, അപ്പൊ അതൊരു കോമ്പൗണ്ട് സെന്റൻസും കൂടിയാണ്. ഈ സെന്റൻസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ, വി ഹാവ് ഐഡന്റിഫൈഡ് അവർ വീക്ക്നെസ് കോമ ആൻഡ് വി അഗ്രി ടു ഇംപ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസാ. അപ്പൊ ഇതിനകത്തൊരു കോംപ്ലക്സ് സെന്റൻസിന് ആദ്യം വന്നിരിക്കുന്നത്, പിന്നെ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആഡ് ചെയ്തിരിക്കുകയാണ്. 3ാമത്തെ സെന്റൻസ് നോക്കാം, ഐ ഡോണ്ട് നോ ദ സൊല്യൂഷൻ ദാറ്റ് ബെസ്റ്റ് സോൾവ് സിറ്റുവേഷൻ. കോംപ്ലക്സ് സെന്റൻസ്. അതിന്റെ ഒപ്പം വേറൊരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ആൻഡ് ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ സെന്റൻസ് അങ്ങ് ആഡ് ചെയ്തു. ഈ സിമ്പിൾ സെന്റൻസിനകത്ത് പുവർ വാട്ട്, നോബഡി എൽസ്, വാട്ട് അബൌട്ട് ഇറ്റ്, ക്യാൻ ഗിവ് അഡ്വൈസ്. ഓ, സെന്റൻസ് ഓക്കെ. സോ വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. അടുത്ത് നോക്കാം, if the company ignores the problem with the working condition. അവിടെ ഈഫ് ആ സെന്റൻസിന്റെ ആദ്യം വന്നോടുകൂടി അപ്പൊ ഞാൻ തീരുമാനിച്ചു അതൊരു ബാസ്ക്കറ്റ് ആണ്. എനിക്ക് തന്നെ വേറെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ ആ ടെസ്റ്റ് മെക്കാനിസം വെച്ച് നോക്കിയെങ്കിൽ ഇപ്പോ ഈ സെന്റൻസിന്റെ ആദ്യം ഇഫ് വന്നിട്ടുണ്ട്, വാട്ട് എവർ ദ റീസൺ, അതൊരു ഇതാണ്. ദ ടേൺ ഓവർ റേറ്റ് ഫുൾ റൈസ്, അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ എടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടുണ്ടെങ്കിൽ ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണു, ബാക്കിലെ റൈറ്റ് ദ ടേൺ ഓവർ റേറ്റ് ഫോർ വാട്ട് അബൌട്ട് ഇറ്റ്. പെർഫെക്റ്റ്ലി. പിന്നെ ഒരു കോമ ഇട്ടിട്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് അവിടെ എഴുതിയിരിക്കുക. മറ്റൊരു ആംഗിളിലൂടെ നോക്കുകയാണെങ്കിലോ, ദ ടേൺ ഓവർ വിൽ റൈസ് കോമ ആൻഡ് ദ പ്രൊഡക്ടിവിറ്റി വിൽ ഗോ ഡൗൺ. അത് എക്സാക്ട്ലി ഒരു കോമ്പൗണ്ട് സെന്റൻസാ. അതിന്റെ ഒപ്പം ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ്. ഓക്കെ, സോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കോമ്പൗണ്ട് സെന്റൻസ് നമുക്ക് തറമായി എഴുതാൻ പറ്റാതെ ഇതിലേക്ക് വരാൻ പറ്റില്ല. അടുത്ത നോക്കാം, സം സ്റ്റുഡൻസ് ഡു നോട്ട് സ്റ്റഡി ഹാർഡ്. ഓക്കെ, ഗുഡ്. ബട്ട് വൺ ബോയ്സിന്റെ ബട്ട് ആയിരിക്കാം. അത് കഴിയുമ്പോ വീണ്ടും ഒരു വെന്ന വന്നിരിക്കണേ, വെൻ ദേ ഫെയിൽ. വെൻ വിചാരത്തിലൂടെ സെന്റൻസ് അത് ബലമില്ലാണ്ടേ ഒരു ബാസ്ക്കറ്റ് ആയിട്ട് മാറി. They always make complaints about the school. ഈ സെന്റൻസിന്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകണം കേട്ടോ. ആ സെന്റൻസിന്റെ അർത്ഥങ്ങളോട് കണ്ടുപോകുമ്പോൾ അവർ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയും വലിയ സെന്റൻസ് എഴുതുമ്പോഴും വി ഹാവ് ടു കെയർഫുൾ. പുവർ വാട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ബട്ട് ഫാൻ ബോയ്സിന്റെ ബട്ട്, വെൻ ദേ ഫെയിൽ, മനസ്സിലായി, അത് ബാസ്ക്കറ്റ് ആണ്. ആ ബാസ്ക്കറ്റ് ആണെങ്കിൽ അതൊരു എന്താ പറഞ്ഞ ഒരു അതിന് സ്വന്തമായി നിൽക്കാൻ കഴിവില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കേറ്റ് വെച്ചേക്കാണ്. ദേ ഓൾവേസ് മേക്ക് കംപ്ലൈന്റ്സ് അബൌട്ട് ദ സ്കൂൾ. ദേ ഓർ വാട്ട് അബൌട്ട് ഇറ്റ്. സോ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് ഡെഫിനറ്റ്ലി. അടുത്ത് നോക്കുക, വി ഹാവ് ഗോട്ട് മെനി പ്രോബ്ലംസ്. ഓക്കെ, വിച്ച് റിലേറ്റഡ് ടു അവർ സപ്ലൈ ചെയിൻ. ഇപ്പടം വരെ എടുത്ത് നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ എവിടെ വെക്കണേ? നമ്മളിപ്പോ ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ അകത്ത് വെക്കണേ. ഡെഫിനറ്റ്ലി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പോവാണ്. ആൻഡിന് ഇപ്പോഴത്തെ കോമ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു, ഇനി വരാൻ പോണത് ഒരു കോമ്പൗണ്ട് സെന്റൻസിന്റെ ഭാഗമായിരിക്കും. അവർ കസ്റ്റമേഴ്സ് ഹാവ് മെയ്ഡ് ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ്. ഈ കൺഫേം ചെയ്യണം. ഫോർ വാട്ട് അവർ കസ്റ്റമേഴ്സ്, വാട്ട് അബൌട്ട് അവർ കസ്റ്റമേഴ്സ്, നമ്മളിവിടെ കംപ്ലൈന്റ്സ്. 2 വീലും ഉണ്ട്. സംഭവം സെന്റൻസ് ഓക്കെയാണ്.
പിന്നെ വീണ്ടും നിർത്താൻ ഉദ്ദേശമില്ല. ദാറ്റ് എന്ന് പറയുമ്പോൾ ആ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ ശേഷം പറഞ്ഞൊക്കെ ബാസ്കറ്റാ. ദാറ്റ് മേ ഡാമേജ് യുവർ റെപ്യൂട്ടേഷൻ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കാം. വി ഹാവ് ഗോട്ട് മെനി പ്രോബ്ലംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് ഡെഫിനറ്റ്ലി, അല്ലെ? യെസ്. ഈ ആണ്ടങ്ങ് വിട്ടാരെ ഇവിടെ ശ്രദ്ധിക്കുക. അവർ കസ്റ്റമേഴ്സ് മേഡ് എ ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ് ദാറ്റ് മേ ഡാമേജ് യുവർ റെപ്യൂട്ടേഷൻ. അത് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസാ. ബാസ്കറ്റ് ബാക്കിൽ വെച്ചിരുന്ന കോംപ്ലക്സ് സെന്റൻസാ. ഇതും ബാസ്കറ്റ് ബാക്കി വെച്ച കോംപ്ലക്സ് സെന്റൻസാ. അത് ആൻഡ് എന്ന് പറയുന്ന ഒരു ഇത് ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് കൂട്ടിച്ചേർത്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് വാട്ട് ദ ഗെയിം. ഹിയർ ദ ഗെയിം ബിഗിൻസ്. ബ്യൂട്ടിഫുള്ളി, ക്രിയേറ്റീവ്ലി വി ആർ ഗോയിങ് ടു മേക്ക് സെന്റൻസസ്. നമ്മുടെ മനസ്സിൽ വന്ന എന്ത് കാര്യവും നമുക്ക് നമ്മുടെ സെന്റൻസിന്റെ അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റൻസിന്റെ ഫോർമാറ്റ് പഠിക്കുക. അപ്പോ ഇവിടെ ഏറ്റവും വലിയ ചെറിയ കാര്യം, നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് നല്ല തറവായിരിക്കണം, കോംപ്ലക്സ് സെന്റൻസ് നല്ല തറവായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല. നോക്കുക. This is how to draw a conclusion of the exact pattern of the clauses and placed or arranged. കാരണം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ക്ലോസ് ആണ് ഇന്ന സാധനമാണ് പറഞ്ഞത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ സെന്റൻസിന്റെ അകത്തുള്ളത്. ഈ സെന്റൻസിന്റെ അകത്ത് വി ഹാവ് ഗോട്ട് മെനി പ്രോബ്ലംസ്, അത് ഒരു സിമ്പിൾ സെന്റൻസാ. വിച്ച് ഇസ് റിലേറ്റഡ് ടു ബൈ എ സപ്ലൈ ചെയിൻ, അത് വേറെ സിമ്പിൾ സെന്റൻസാ. അവർ കസ്റ്റമേഴ്സ് ഹാവ് മേഡ് എ ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ്, ഒരു സിമ്പിൾ സെന്റൻസാ. ദാറ്റ് മേ ഡാമേജ് യുവർ റെപ്യൂട്ടേഷൻ, മറ്റൊരു സിമ്പിൾ സെന്റൻസാ. അപ്പൊ ഈ 4 സിമ്പിൾ സെന്റൻസസ് കൂട്ടി യോജിപ്പിച്ച് ഒരു ഒറ്റ സെന്റൻസ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പവർ ആണ് സാധനം. നമുക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നമ്മൾ അതിങ്ങനെ ഈ സിമ്പിൾ സെന്റൻസുകൾ ഇങ്ങനെ കോർത്തലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുക. അടുത്ത however, comma, we are able to make breakdowns which will be further explained below examples of some of the most common position of clauses. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. മോസ്റ്റ് കോമൺ പൊസിഷൻ ഓഫ് ക്ലോസസ്. അപ്പൊ നമ്മൾ താഴത്തേക്ക് പഠിക്കാൻ പോണത് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോസ് എന്ന് പറയുമ്പോൾ ബൈക്ക് ആൻഡ് ബാസ്കറ്റിന്റെ അല്ലെങ്കിൽ സെന്റൻസിന്റെ അല്ലെങ്കിൽ ഡിപെൻഡന്റ് ക്ലോസ് ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ പൊസിഷൻസ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പോ ഈ ഒരു പൊസിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമുക്ക് എന്ത് ഐഡിയ വന്നാലും ഈ ഒരു പൊസിഷനിലേക്കാണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരാവുള്ളൂ. ഇത്രയും കൂടെ ക്രിയേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമായി ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് എല്ലാം സിമ്പിൾ സെന്റൻസുകളാണ്, നമ്മളെല്ലാം ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ഒന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കാം. I see independent clause, bike and basket, who or what about it? നമ്മൾ ട്രിക്ക് എല്ലാം പഠിച്ചു. അതിന്റെ മറ്റൊരു I see independent clause, who or what about it, bike രണ്ട് വീൽസ്, ബൈക്ക്, well done. ഡിപെൻഡന്റ് ക്ലോസ് DC എന്ന് പറയുമ്പോ ഒരു ഡിപെൻഡന്റ് വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ഡിപെൻഡന്റ് ക്ലോസ്. അപ്പോൾ ഡിപെൻഡന്റ് ക്ലോസ് വേണം, പിന്നെ എന്ത് വേണം, ബൈക്കും വേണം, അല്ലെ? അത് ഒന്ന് കഴിയുമ്പോഴാണ് അതിനൊരു ബാസ്കറ്റ് ആക്കി നമ്മൾ പറയണത്. അപ്പൊ ഈ സെന്റൻസിനെ ഡിപെൻഡന്റ് DC ആക്കാനായിട്ട് അതിനിപ്പോ ഡിപെൻഡന്റ് വേർഡ് ചേർത്താൽ മതി. ബേസിക്കലി വൺ ഓഫ് ദി കോമൺലി യൂസിങ് പൊസിഷൻ ഓഫ് ക്ലോസസ് ആണ് ഈ പറയണ ഇൻഡിപെൻഡന്റ് ക്ലോസ്, സെമി കോളൻ, ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ഇതിന്റെ അകത്ത് കോമ്പൗണ്ട് ഫോം വരും, കോംപ്ലക്സ് ഫോം വരും. The election finished. അർത്ഥങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. Election finished. Semicolon. ഈ സെമിക്കോളൻ ഒരു സെന്റൻസ്. What about it? Colon. The opposition rejected the official result, okay, which is believed to be rigged. ശ്രദ്ധിക്കുക. The opposition rejected the official result which is believed to be rigged. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്, അല്ലെ? ബാസ്കറ്റ് ബാക്ക് സെന്റൻസ് ആണ്. ഈ ടെൻസ് ശ്രദ്ധിച്ചോ, ഈസ് ബിലീവ്ഡ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പാസീവ്സ് കൊടുത്തതാണ് ടു ബി റീക്ഡ്. 2 പാസീവ് സെന്റൻസ് വന്നിട്ടുണ്ട്. ഇവിടെ റിജക്റ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്,
ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, കാരണം നമ്മൾ സെന്റൻസ് പഠിച്ചു വെച്ചുകൊണ്ട് നമ്മൾ വെറൈറ്റി ഓഫ് ടെൻസസ് അതിനകത്ത് കയറ്റാൻ പഠിക്കണം. അടുത്തതൊക്കെയാ, ഐ വാസ് ബിസി പ്രിപ്പയറിംഗ് ദ സെയിൽസ് പ്ലാൻ സോ ഐ കുഡ് നോട്ട് അറ്റൻഡ് മൈ ഫ്രണ്ട് വെഡിങ്. കോംപ്ലക്സ് സെന്റൻസ് ആണ്, അല്ല ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് ആദ്യം വന്നേക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ സെമിക്കോളം വന്നില്ല നമ്മുടെ ഫോർമുല വെച്ച് നോക്കുമ്പോൾ? കാരണം ഫാൻ ബോയ്സിന്റെ സോയ വന്നിരിക്കുന്നത് കേട്ടോ. വിച്ച് വാസ് ഹെൽഡ് ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഇവിടെ സോയുടെ ഇപ്പോഴത്തെ ഈ സെന്റൻസ് നോക്കി, ഐ കുഡ് നോട്ട് അറ്റൻഡ് മൈ ഫ്രണ്ട്സ് വെഡിങ് വിച്ച് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്കെൻഡ്. അതൊരു കോംപ്ലക്സ് സെന്റൻസാ. എക്സാക്ട്ലി വിച്ച് വന്നോണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിലോ, ഐ വാസ് ബിസി പ്രിപ്പയറിംഗ് മൈ സെയിൽസ് പ്ലാൻ സോ ഐ കുഡ് നോട്ട് അറ്റൻഡ് മൈ ഫ്രണ്ട്സ് വെഡിങ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് അല്ലെ. ഇത് മിനിമം ഇതൊരു കോമ്പൗണ്ട് സെന്റൻസാ. ഇതൊരു ഇപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട്. നമ്മുടെ തിയറി നമ്മൾ ആപ്ലിക്കബിൾ നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുമ്പോ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഡിപെൻഡന്റ് ക്ലോസ്. ഇവിടെ ഡിപെൻഡന്റ് ക്ലോസ് അവസരം വന്നിരിക്കണം. ഈ സെന്റൻസിലെല്ലാം ഒരു കാര്യത്തിൽ കറക്റ്റാണ് ഡിപെൻഡന്റ് ക്ലോസ് എല്ലാത്തിനും അവസരം വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മച്ച് വി ഹാവ്, കോമ ഫാൻ ബോയ്സിന്റെ ബി, ഹൗ മച്ച് വി എൻജോയ് ദാറ്റ് മേക്ക് ഹാപ്പിനെസ്. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബട്ടിങ് കാണിട്ട് ഹൗ മച്ച് വി എൻജോയ് ദാറ്റ് മേക്സ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്ലക്സ് സെന്റൻസാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ അതൊരു കോമ്പൗണ്ട് സെന്റൻസാ. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഫുള്ളി എഗ്രി വിത്ത് ദ സ്പീക്കർ, കുഴപ്പമൊന്നുമില്ല, കോമ നോർ ഡിഡ് ഐ ഫീൽ. ഓൾറൈറ്റ്, I have to make a stop here. കാരണം because this is a compound sentence, exactly, a no, comma, feel. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലോ, did I feel that he had focused enough on his topic. അതൊരു കോംപ്ലക്സ് സെന്റൻസാ. അവിടെ ഡിപെൻഡന്റ് ക്ലോസ് അവസരമാണ് ഞാൻ. അടുത്ത നോക്കുക, we study war histories. സെന്റൻസ് കറക്റ്റ് ആണെന്ന് എനിക്ക് ഡൗട്ട്. Who or what? People. What about the people? Study war studies. ആ സെന്റൻസിന് ഒരു കുഴപ്പമില്ല, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. എന്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പോസിറ്റീവായിട്ട് വന്നു. Well done. Yet they have prepared the wars for it. Okay. ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്, യെറ്റാണ്, യെറ്റിന് കോമ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, they have repeated. ടെൻസ് കണ്ടോ, സ്റ്റഡി വാസ്. ഇവിടെ നോട്ടാ, വേർ ബ്യൂട്ടിഫുൾ ദേ ക്രിയേറ്റ് എ സെന്റൻസ്. അപ്പോ ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് നോക്കുമ്പോ ജനങ്ങൾ വാസ് പഠിക്കുന്നു, റിപ്പീറ്റഡ് ആയിരുന്നു, വാർ വാസ് മോർ ഡിസാസ്റ്റർസ്. ഇതൊക്കെ നോക്കുക, ആങ്കർ വാട്ട് വാസ് ബിൽറ്റ്. പാസീവ് വോയിസ് സെന്റൻസാ, by people. Well done. Who or what? Anchor what? What about was built by people? And a test pass I. Yet. All right. Comma. Yet. Many think. Okay. അപ്പൊ ഇത്രയും നോക്കുമ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ many think that it is was built by magical power. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ തിയറി നോക്കിയേ, ആദ്യം ഒരു കോമ്പൗണ്ട് സെന്റൻസ് വരും, പിന്നെ കോമ്പൗണ്ട് സെന്റൻസ് വരും. ആ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം അവസാനത്തെ സെന്റൻസിനാണ് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ അർത്ഥത്തിനാണ് വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ സെന്റൻസിനൊപ്പാണ് നമ്മളൊരു ആഡ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ടച്ച് ദിസ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ നോക്കുക, ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ്, സെമികോളൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്. Dear. You should lock the gate. Or what? You should lock the gate. What about it? Positive. Sentence. When you leave your house. Okay. അപ്പൊ ഇത്രയും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സാധനം ഒരു കോംപ്ലക്സ് സെന്റൻസ് ആ. ഓക്കെ, ഇൻഡിപെൻഡന്റ് സെന്റൻസ്, ഡിപെൻഡന്റ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓക്കെ, സെമികോളൻ, otherwise, dear, comma, the dogs may get out. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ
അതൊരു ഉഗ്രം കോമ്പൗണ്ട് സെന്റൻസാ. അപ്പൊ ഇതാ കോമ്പൗണ്ട് സെന്റൻസിന്റെ പാർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ് ഇതിന്റെ അവസാനം വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ കോമൺ പൊസിഷൻ ക്ലോസിന്റെ അകത്ത് ഡിപെൻഡന്റ് സെന്റൻസിന്റെ അവസാനം വന്നിരിക്കുന്നത്, ഇതിന്റെ അവസാനം ഇൻഡിപെൻഡന്റ് സെന്റൻസ് വന്നിരിക്കുന്നത്. നോക്കുക, ഐ കുഡ് നോട്ട് റിമെമ്പർ. സ്ക്രീൻ കാണുന്നില്ല? നേരത്തെ കാണാവോ? പഴയത് തന്നെയാ കിടക്കുന്നത്. അതന്നെ, ഞാൻ അതിന്റെ അടിയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിയിലത്തെ ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ് സെമിക്കോളൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഈ അടിയിൽ കേട്ടോ. യു ഷുഡ് ലോക്ക് ദ ഗേറ്റ് വെൻ യു ലീവ് യുവർ ഹൗസ്. അപ്പോ ഒരു കോംപ്ലക്സ് സെന്റൻസും പിന്നെ ഒരു കോമ്പൗണ്ട് സെന്റൻസും വരണമെന്നാണ് ബേസിക്കലി ഇത് പറയുന്നത്. ഇത് പറയുന്നത് കേട്ടാ, ആദ്യം ഒരു സിമ്പിൾ സെന്റൻസും പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസും അല്ലെ, നമ്മുടെ തീർവ് വെച്ച് നോക്കുമ്പോ. I could not remember where they first met. I couldn't remember. Or what? I couldn't remember. What about it? Okay. Where we first met. Complex sentence I. അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻസ് വന്നു. But I do not remember your face. അടുത്ത ശ്രദ്ധിക്കുക, the phone. Or what? The phone. What about the phone? Past defeated. Which I brought last month. Basket നടക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബാസ്കറ്റ് നടുക്ക് വെച്ച സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ അവിടെ കോമ ഇട്ടില്ല. എന്തുകൊണ്ട് കോമ ഇട്ടിട്ടില്ല? അത് ഫോൺ എന്ന് പറയുന്ന കോമൺ നെയിം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ വിച്ച് ഇസ് ബ്രോഡ് ലാസ്റ്റ് മന്ത്, ഈ വാസ് ഡിഫീറ്റ് എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പാസീവ് വോയിസ് ആണ്. കോമ ഇട്ടിട്ട് സോ ഐ റിട്ടേൺ ടു ദി സ്റ്റോർ. ബ്യൂട്ടിഫുൾ ക്രിയേറ്റഡ്. Two dogs barked at each other constantly until the sun rose. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. നമുക്ക് നമ്മുടെ ടെസ്റ്റ് വെച്ച് പാസ് ആവാൻ പറ്റും അല്ലെ. Or what? Two dogs barked at each other constantly. Okay. Until the sun rose. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അണ്ടിൽ അവിടെ ആ സാധനം ചേർത്തുകൊണ്ട് അതൊരു ഡിപെൻഡന്റ് വേർഡാണ്. അത് ചേർത്തുകൊണ്ട് അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. സെമിക്കോളൻ. ഇനി അതിന്റെ കാരണം പറയാണ്, കോൺസിക്വന്റ്ലി കോമ none of us got much sleep last night. Or what? Got last night. അപ്പൊ ടെസ്റ്റ് പാസ് ആയി. പോസിറ്റീവാ, പോസിറ്റീവാ. അണ്ടിൽ എന്ന് പറയുമ്പോൾ അപ്പൊ ആദ്യത്തെ മോഡലാണ്. ഒരു കോംപ്ലക്സ് സെന്റൻസ് കഴിഞ്ഞിട്ട് ഒരു കോമ്പൗണ്ടിന്റെ ഫോം ചേർത്തിരിക്കുകയാണ്. അടുത്ത നോക്കുക, the guy is so genius that many admire his talents. കോംപ്ലക്സ് സെന്റൻസ് ആണ്. സെമിക്കോളൻ. Right. He has been promoted. എന്ത് ടെൻസ് ആണ് അത് എന്ന് നമ്മൾ മനസ്സിൽ വെക്കുക കേട്ടോ. He has been promoted. ഇവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെ ഹാസ് ബീൻ പ്രൊമോട്ടഡ്, ഇവിടെ അഡ്മയർ ആണ് വന്നിരിക്കുന്നത്. എ ഡിപെൻഡന്റ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഓഫ്. അടുത്ത നോക്കുക, ഐ വിൽ ഫോൺ യു ഇഫ് ഐ നീഡ് മോർ ഹെൽപ്പ്. ഒരു കോംപ്ലക്സ് ആൻസാ. ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഡിപെൻഡന്റ് ക്ലോസ്, പിന്നെ സെമിക്കോളൻ ഇട്ട് യുവർ ഹെൽപ്പ് ഇസ് ക്രൂഷ്യൽ. അടുത്ത നോക്കുക, ഡിപെൻഡന്റ് ക്ലോസ് കോമ ഇൻഡിപെൻഡന്റ് ക്ലോസ് സെമിക്കോളൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്. മുമ്പ് വന്ന് തീർവ് നോക്കിയേ, ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ് കോമ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോ ബാസ്കറ്റ് ആദ്യം വെച്ചു അല്ലെ. ബാസ്കറ്റ് ആദ്യം വെച്ചുള്ള കോംപ്ലക്സ് സെന്റൻസ് ആണ് ഡിപെൻഡന്റ് ക്ലോസ് കോമ സെമി ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ബാക്കിൽ നോക്കിയേ, ബാസ്കറ്റ് ഇൻഡിപെൻഡന്റ് ക്ലോസ് കഴിഞ്ഞിട്ട് വന്നിരിക്കണേ. അപ്പൊ അതുകൊണ്ട് അവിടെ കോമ ഇല്ല. ആ ഒരു ടൈപ്പ് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ഇൻഡിപെൻഡൻസ് ആഡ് ചെയ്യുക ചെയ്യണേ കണ്ടോ. സ്റ്റിച്ചിങ്. അപ്പൊ ഇവിടെ ബാസ്കറ്റ് മുമ്പ് വെച്ചുള്ള ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ്, അപ്പൊ ഒരു ഡി സി ആ അങ്ങനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒപ്പം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആഡ് ചെയ്യണം.
If production increases, price may drop. കോംപ്ലക്സ് സെന്റൻസാ. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കുക, അതുകൊണ്ടാണ് കോമ ഇട്ടേക്കണേ. പുവർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. പുവർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. ഡിപ്പെൻഡന്റ് വേറുണ്ട്. പാസ് ദ ടെസ്റ്റ്. നമ്മൾ കൺഫേം ചെയ്തു അത് കോംപ്ലക്സ് സെന്റൻസ് തന്നെയാണ്. കോമ, ആൻഡ് മുമ്പ് കോമ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് സിമ്പിൾ സെന്റൻസ് വരണ്ടേ, ഇൻഡിപെൻഡന്റ് സെന്റൻസ് വരണ്ടേ. കൺസ്യൂമേഴ്സ് ബൈ മോർ. ഇവിടെ സെമിക്കോളം വരാതെ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാൻ ബോയ്സിന്റെ ആൻഡ് വന്നുകൊണ്ടാണ് കേട്ടോ. If prices drop low, comma, a company's profits may decrease. If prices drop low, a company's profit may decrease. കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഒന്നും കൂടെ കോമ ഇട്ടിട്ട് ഡിപ്പെൻഡ് വേർഡ് ആദ്യം ചെയ്ത സെന്റൻസ് ആണത്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആൻഡ് ചേർത്തിട്ട് ഒരു കോമ്പൗണ്ട് സെന്റൻസ് കൊടുത്തിരുന്നു. അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം കേട്ടോ, അതിന്റെ ടെൻസ് നോക്കണം. Rises, drop, may decrease, may lose. Right. After we left library, okay, left. The rain fell down, fell. We rushed inside. അപ്പോൾ as we left the library, the rain fell down. അവിടം വരെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് സോന്ന് പറയുന്ന നമ്മുടെ ഫാൻ ബോയ്സിനെ ആഡ് ചെയ്തിട്ട് മറ്റൊരു വാക്ക് സെന്റൻസ് ചേർത്തിരിക്കണം. 3 സെന്റൻസ് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നോക്കുവാണെങ്കിൽ 3 സിമ്പിൾ സെന്റൻസുകളാ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. ആഫ്റ്റർ വി റിസർച്ച് ദ മാർക്കറ്റ്, വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് അവർ പ്രൊഡക്റ്റ്. അത് കോംബോ സെന്റൻസ് ആണ്. 100% കോംബോ സെന്റൻസ് ആണ്. കാരണം ആഫ്റ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ബാസ്കറ്റ് ആണ്, ഇതൊരു ബൈക്കാണ്. ആ ടെസ്റ്റ് പാസ്സായി. ഓക്കെ, പുവർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്, അത് സെന്റൻസ് ആണ്. അപ്പൊ അതിനകത്ത് ആഫ്റ്റർ ബാസ്കറ്റായി മാറി. പുവർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്, അത് സെന്റൻസ് ആണ്. അവിടെ കോമ ഇട്ടുകൊണ്ട് ഈ സാധനം ഒരു കോംബോ സെന്റൻസ് ആണ്. 100% ടെസ്റ്റ് പാസ്. അടുത്ത നോക്കുക, ആൻഡ് കോമ, വി പ്ലാൻ ടു ലഞ്ച് ലേറ്റ് ആൻഡ് നെക്സ്റ്റ് ഇയർ. കണ്ടോ, വി പ്ലാൻ ടു ലഞ്ച് നെക്സ്റ്റ് ഇയർ. സോ ആൻഡ് എന്ന് പറഞ്ഞ ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ച് അത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇവിടെ ബാസ്കറ്റ് ആദ്യം വെച്ചുള്ള കോംപ്ലക്സ് സെന്റൻസുകളുടെ ഒപ്പം ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഇതിന്റെ ട്രിക്ക് കേട്ടോ. While she was studying at college, comma, not many people know about him. Wait. കോംപ്ലക്സ് സെന്റൻസ് ആണ്. ബാസ്കറ്റ്, ബൈക്ക്, അത് കഴിഞ്ഞ് ബട്ട് ചേർത്തിട്ട് he later became influential leader. ഓക്കെ, കുഴപ്പമില്ല. കാരണം 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 മാറ്റർ ആണ്. 3 മാറ്റർ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവിടെ വൈലും ബട്ടും ചേർത്ത് ആ സെന്റൻസുകൾ എല്ലാം കൂടെ. അപ്പൊ ഈ സെന്റൻസിലെ മെയിൻ ആയിട്ടും ആഡ് ചെയ്തിരിക്കുന്ന ഈ ബട്ടും ഈ വൈലും ഈ 2 കോമയാണ്. അടുത്ത് നോക്കുക, if. If you simply crack down the time, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമ ഇട്ടിട്ട് ആൻഡ് യു വിൽ ഹാവ് പെയിന്റ് അഗെയിൻ. അവിടെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് വന്നിരിക്കണം. അപ്പൊ ഇങ്ങനെ നോക്കിയാലും അത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാം. ദ ക്രാക്സ് വിൽ റിട്ടേൺ, കോമ, ആൻഡ് യു വിൽ ബി. അങ്ങനെ നോക്കിയാൽ ഒരു കോമ്പൗണ്ട് സെന്റൻസ് മാറും. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ ഒരു ബാസ്കറ്റെങ്കിലും അതിനകത്ത് വേണം മസ്റ്റ് ആയിട്ട്. നമുക്ക് നോക്കാം, ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലെ. ബാസ്കറ്റ് അവസാനം വരുന്ന ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. സെമിക്കോണിലെടുത്ത് ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപെൻഡന്റ് ക്ലോസ് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ബാസ്കറ്റ് അവസാനം വന്നിരിക്കണം, ഇൻഡിപെൻഡൻസ് ആദ്യം വന്നിരിക്കണം. നോക്കാം, 2 കോംപ്ലക്സ് സെന്റൻസുകളെ 2 കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 2 കോംപ്ലക്സ് സെന്റൻസുകളുടെയും ബാസ്കറ്റ് അവസാനം വന്നിരുന്നത് കേട്ടോ. വെറും കോംപ്ലക്സ് സെന്റൻസ് അല്ല, 2 കോംപ്ലക്സ് സെന്റൻസുകൾ അതിന് 2ന്റെയും ബാസ്കറ്റ് അവസാനമാണ് വന്നിരിക്കുന്നത്. നോക്കാം, നമ്മൾ ശരിയാ നോക്കാം. ചിഡ, ഹു ഇസ് എ ബാങ്ക് ടെല്ലർ. എന്തുകൊണ്ട് അവിടെ കോമ ഇട്ടു? കാരണം ചിഡ എന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബാങ്ക് ടെല്ലർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അത് ഒന്നും കൂടെ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്, നോൺ എസൻഷ്യൽ ആണ്, അതുകൊണ്ടാണ് അവിടെ കോമ ഇട്ടത്. അതേസമയം ഗേൾ എന്നായിരുന്നെങ്കിൽ അവിടെ കോമ ഇടില്ലായിരുന്നു, കാരണം ഏത് ഗേൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കോംപ്ലക്സ് സെന്റൻസ് അല്ലെ. പുവർ വാട്ട്, ചിഡ ഫീൽ സിക്ക്. കോംപ്ലക്സ് സെന്റൻസ്, നടുക്കൊരു ബാസ്കറ്റ് വെച്ചേക്കുന്നു, വെൽ ഡൺ, കോമ.
So she asked for leave permission. So that she have a medical checkup. So ചേർത്തിട്ട് അവിടെ മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് കോംപ്ലക്സ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് സെന്റൻസുകളെ ഈ സോ എന്ന് പറയുന്ന അത് വെച്ച് ആഡ് ചെയ്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട്. ഡോണ്ട് ബിലീവ് എനിത്തിങ് ദാറ്റ് യു റീഡ്. നോക്കാം. For what? What about it? For facts can be that makes them. അപ്പൊ രണ്ട് ബാസ്കറ്റ് ബാക്കിൽ സെന്റൻസുകളെ കൂട്ടി വയ്പ്പിച്ചിരിക്കുകയാണ് ഫോർ വെച്ച്. അപ്പൊ ഈ വലിയ സെന്റൻസിന്റെ കാരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Basically, we have to study the sentence meaning after that. Okay. അത് ശ്രദ്ധിക്കുക. She thought. For what? That we design. So that sentence in ആദ്യം വന്നു. She design. അപ്പൊ എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. Past tense. നോക്കുക. Comma. But. Okay. One voice in the but. Well done. She didn't. Okay. For what? After she boss was offered new benefit. After എന്നൊരു വേർഡ് ചേർത്തു. Her boss. What about it? സെന്റൻസുകളുടെ ടെൻസ് ശ്രദ്ധിക്കുക. Thought, would, didn't, offered. ബേസിക്കലി ഒരു പാസ്റ്റ് വന്നു ഞാൻ എല്ലാം ഫോളോ ചെയ്ത് പാസ്റ്റ് വന്നിരുന്നു അല്ലേ? മനസ്സിൽ വെച്ചോ നോക്കാം കേട്ടോ. Don't talk over the phone while you are driving. ബാസ്കറ്റ് ബാക്കിൽ വെച്ചുള്ള ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് ഇപ്പോൾ വായിച്ചത്. എന്റെ എല്ലാ ടെസ്റ്റും പാസ്സായിട്ടുണ്ട്. കോമ ഫോർ. കോമ ഇട്ട് ഫോർ ഇട്ടതിന്റെ അർത്ഥം ഫാൻ ബോയ്സിന്റെ ഫോർ ആണ്. യു മേ കോസ് ആൻ ആക്സിഡന്റ് വിച്ച് ക്യാൻ ബി ഫാറ്റൽ. സോ അത് മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. പക്ഷെ അതിന്റെ ബാസ്കറ്റ് അവസാനം വന്നിരിക്കണം. അത് ശ്രദ്ധിക്കുക. We decided that the movie was too violent. Complex sentence ആണ് അല്ലേ? For what? What about it? For what? What about it? For what? What about it? That our children. Okay. Here is the money that I owe you. Complex sentence ആണ്. I am free of debt which has made me stressful for long. അത് രണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ആൻഡ് വെച്ച് ആഡ് ചെയ്തിരിക്കുകയാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ രണ്ട് ഈ ദാറ്റ് ഐ ഓ യു എന്ന് പറയുന്നത് വിച്ച് ഹസ് മേഡ് ഓഫ് അത് എടുത്ത് കളഞ്ഞാലും അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് മാറും അല്ലെ? ഹിയർ ഇസ് ദ മണി, കോമ ആൻഡ് ഐ ആം ഫ്രീ ഓഫ് ദാറ്റ്. എക്സ്ട്രാ മീനിങ് അവിടെ ആഡ് ചെയ്തിരിക്കുക. ഇവിടെ നോക്കിയേ, നോക്കാം. Four facts can be given a spin. Don't believe everything. അപ്പൊ ഇതിനൊരു എക്സ്ട്രാ മീനിങ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മീനിങ് ആഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴും നമ്മൾ നെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫോർമുലയുടെ പുറത്തേക്ക് പോകാൻ പാടുള്ള ബാസ്കറ്റ് ബാക്കിൽ വെച്ചിട്ട് കോംപ്ലക്സ് ഫാൻ ബോയ്സ് വെച്ച് കൂട്ടിച്ചേർക്കാം. അല്ലെങ്കിൽ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച സെന്റൻസ് കണ്ടോ, ഡി സി പ്ലസ് കോമ ഐ സി സെമിക്കോളൻ ഡി സി കോമ ഐ സി. നോക്കുക. ബിക്കോസ് മേരി വാസ് ഷൈ I seldom met new people. Okay. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണത്. ഇതാണ് comma. Although she was unhappy, she spent a lot of time alone. മറ്റൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. Although she was unhappy എന്ന് പറഞ്ഞാൽ മറ്റൊരു ബാസ്കറ്റ് ആണ്. ഇതൊരു ബൈക്ക്, ഇതാണ് എന്റെ ബൈക്ക്, എന്റെ ബാസ്കറ്റ് ആണ്. ഇത് എന്റെ ബാസ്കറ്റ് ആണ്, ബൈക്കാണ്. രണ്ടിന്റെയും ആദ്യമാണ് ഡിപ്പെൻഡൻസ് മോഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാസ്കറ്റ് ഡി സി പ്ലസ് ഐസോ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച രണ്ട് കോംപ്ലക്സ് സെന്റൻസുകളെ സെമിക്കോളം വെച്ച് കൂട്ടിച്ചേർക്കണം. When we went to school, comma, we attend the lecture, semicolon. Okay. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. After the lecture was over, comma, we went to library. ഇത്രയും കൂടി കോമൺ സെൻസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള സെന്റൻസുകൾ ജോയിൻ ചെയ്തേക്കാണ് ഇവിടെ അല്ലെ? Although I like all ball, comma, I haven't played lately, comma, and I haven't found anyone who has free time to play with. If you like this book, comma, I will buy for you.
semicolon. After you read, please share something. രണ്ടിന്റെ ബാസ്കറ്റ് ആദ്യം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് രണ്ടിന് മുമ്പിൽ കോമ കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പണ്ട് കോമ ഇട്ടുകൊണ്ടിരുന്നത് നമുക്കൊരു ടച്ചപ്പ് നോക്കി കോമ ഇട്ടുകൊണ്ടിരുന്നു അല്ലെ. ഇത് ശരിയാവുമോ, ഈ കോമ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പലതവണ മായിച്ചിട്ടുണ്ട്, ശരിയാണല്ലോ, ഫിറ്റ് ആവാത്ത സ്ഥലത്താണ്. നോ, കോമ ഇടുന്ന സ്ഥലം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഈ മാറ്റം ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. ഇനി എൻ്റെ ലൈഫില് കോമ ആവശ്യമില്ലാത്തത് ഇടാൻ പാടില്ല. ഓക്കെ, കോമ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ കോമ ഇടാവുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് കോമ ഇട്ടു? ബിഫോർ സ്ലീപ്പിംഗ്, ബാസ്കറ്റ് ഫ്രണ്ടിൽ വന്നുകൊണ്ട് ആ സെൻറ്റൻസിന്റെ ആദ്യം കോമ ഇട്ടു. ആൻഡ് ഷീ ഫിനിഷ് ദ റിപ്പോർട്ട് വിച്ച് വിൽ ബി പ്രസന്റഡ് ടു ദ മാനേജ്മെന്റ് ടീം. അവസാനം, ഓൾദോ ഐ ലവ് ഷോപ്പിംഗ്, കോമ ഐ സ്റ്റേഡ് അവേ ഫ്രം ദി മാൾ. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള ഒരു സെന്റൻസ് ആണ്. ഐ തിങ്ക് ഐ ക്യാൻ സേവ് മണി ഫോർ ഇൻവെസ്റ്റിംഗ്. അവിടെ ബാസ്കറ്റ് ബാക്കിൽ വെച്ചാണ് വന്നിരിക്കുന്നത് കണ്ടോ. ബാസ്കറ്റ് ഫ്രണ്ടിലും വെക്കാം, ബാസ്കറ്റ് ബാക്കിലും വെക്കാം കേട്ടോ. സോ there we are going to play around how we can do that one. അപ്പോ ഞാനിപ്പോ ആ ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്ത് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പോയിട്ട് നമ്മൾ നല്ലവണ്ണം അത് പഠിക്കണം കേട്ടോ. അപ്പൊ അത് നല്ല തറവായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് നല്ല ഒരു എന്താ പറയുക, ഈ കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും വ്യത്യാസവും അത് നമുക്ക് നല്ലവണ്ണം തറവാവുകയും ചെയ്യും. അപ്പോൾ കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ് അത് കുറച്ചും കൂടി എടുക്കാന്ന് വെച്ചിട്ടുണ്ട് വന്നു. പക്ഷെ നമുക്ക് എല്ലാം കൂടി ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും കോമ്പൗണ്ട് സെന്റൻസും നല്ലവണ്ണം തറവുമായി പഠിക്കുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് കടക്കാം. കാരണം നമ്മൾ ഇതിപ്പോ എല്ലാം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഒരു പണി ഇന്ന് ഇരുന്നിട്ട് ഇനി ബാക്കി സമയം നമ്മൾ ഏതായാലും സാധാരണ 10:30 ആകുമ്പോൾ തീർക്കാറുള്ളൂ. പക്ഷെ 1/2 മണിക്കൂർ ഇരുന്ന് നമ്മളിപ്പോൾ പഠിപ്പിച്ചത് ആ ഫേസ്ബുക്കിന്റെ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കുറെ തവണ ഇരുന്ന് വായിക്കുക, നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അതിന്റെ ടെൻസ് എന്താന്ന് നോക്കുക, ബൈക്ക് എന്താന്ന് നോക്കുക, ബാസ്കറ്റ് എന്താന്ന് നോക്കുക, ഫ്രണ്ട് വീൽ ഉണ്ടോ എന്ന് നോക്കുക, ബാക്കി വീൽ ഉണ്ടോ എന്ന് നോക്കുക, അതിന്റെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ആ അർത്ഥങ്ങൾ അതിലേക്ക് വന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എങ്ങനെ നമുക്ക് അർത്ഥരൂപങ്ങളിൽ പറയാം. അപ്പോ ബേസിക്കലി ഈ ഇത്രയും കോമൺ കാര്യങ്ങൾ, ഇത്രയും കോമൺ യൂസ് ഓഫ് ആ സെന്റൻസ് ഫോർമേഷൻ നമുക്ക് നല്ല വായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്ലേ ദ ഗെയിം. ഓക്കെ, പിന്നെ നമുക്കിത് നോക്കണം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. നമുക്കതൊന്ന് ഓടിച്ച് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം നമുക്ക്. ബട്ട് നമുക്കൊന്ന് ഓടിച്ചത് ഒന്നും കൂടെ ഇന്നിപ്പോ നമ്മൾ ചെറിയ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നാളെ അത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു, നമ്മൾ നോക്കിയതാണ്. നോക്കാം എങ്ങനെയാണ് ടാസ്ക് 1 നമ്മൾ സെന്റൻസസ് ഉണ്ടാക്കണമെന്ന് നോക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ദി നമ്പർ ഓഫ് ജാപ്പനീസ് ടൂറിസ്റ്റ് ട്രാവലിംഗ് എബ്രോഡ്. ഒരു സിമ്പിൾ സെന്റൻസ് ആണ് അല്ലേ. അതിന്റെ ഇടയ്ക്ക് വന്നു കേട്ടോ. Okay, the number of Japanese tourists who traveled abroad.
അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ് 5 million to 15 million നമ്പർ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ who or what, ഇവിടെ who travel എന്ന് വന്നിട്ടുണ്ട്. റിയലി അപ്പൊ അത് അതിൻ്റെ ഒരു ബാസ്കറ്റ് ആണ്. അപ്പൊ ഇത് ബേസിക്കലി പറയുന്നത് നമ്പർ ഓഫ് ജാപ്പനീസ് ടൂറിസ്റ്റ് ഇൻക്രീസ്ഡ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം 5 million to 15 million. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. വെൻ, അപ്പോൾ സെയിം സെൻസ് നമ്പർ 5 million to, അപ്പോൾ വെൻ നമുക്ക് ആഡ് ചെയ്യാം. എന്നാണ്? ബിറ്റ്വീൻ 1985 to 1995. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം കഴിഞ്ഞു, വെൻ ആഡ് ചെയ്തു. എക്സാക്ട്ലി ദിസ് നമ്പർ. ഓക്കെ, നമ്മൾ വേറെ 2 സാധനം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ അതിൻ്റെ അകത്ത് കേട്ടോ. The number of the Japanese tourists who traveled abroad increased. അതാണ് മെയിൻ സെന്റൻസ്. പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കയറ്റാണ്. From just under 5 million to over 15 million. അപ്പൊ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ജസ്റ്റ് അണ്ടറും ഓവറും നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? അതിൻ്റെ അകത്ത് ഒരു adverb ആഡ് ചെയ്യാം അല്ലെ? നോക്കുക, number of Japanese tourists who traveled abroad increased dramatically. Well done. ഇൻക്രീസിന് തൊട്ടടുത്ത് തന്നെ adverb ly വന്നുകൊണ്ട് adverb ആണ്, അത് അതിന്റെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. From 5 million to 15 million. Right. Rephrase information with a noun. Rephrase information with a noun. Okay, അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. A rise more than 10 million in 10 years. Noun ആഡ് ചെയ്തു, അതിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ശ്രദ്ധിക്കുക, number of Japanese tourists increased dramatically from just 5 million to over 15 million between 1985 and 1990, a rise more than 10 million to in 10 years time. This is a much better sentence, easy and with no mistakes. Okay, can we begin this sentence with a noun? Can we begin a sentence with a noun? Really? This is for a change of style, to avoid repeating ourselves. അപ്പോൾ ഈ സെന്റൻസ് തന്നെ ഇതിന്റെ മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുത്താതെ അത് മറിച്ച് എഴുതുന്ന നമുക്ക് നോക്കാം. Interesting. There was a dramatic increase in the number of the Japanese tourists who traveled abroad. From just under 5 million to 15 million between 1985 and 1995. The rise more than 10 million to 15 million. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പാർട്ട്, ഈ ബ്ലാക്കിൽ എഴുതിയ പാർട്ട് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് ബേസിക്കലി നമ്മൾ നോക്കാം. Another good sentence. Look at the next slide to see the checklist. There was a dramatic increase in number of Japanese tourists who traveled abroad, 5 million to 15 million over 1985, 95, more than. Chindikia, what is a basic fact? Okay, അപ്പോ നമ്മൾ എവിടെയാ കണ്ടത്? ആ ബേസിക് ഫാക്റ്റിലാണ് നമ്മൾ മാറ്റങ്ങൾ രണ്ടാമത് സെന്റൻസ് വരുത്തിയത്. ശ്രദ്ധിച്ചായിരുന്നോ? ബേസിക് ഫാക്റ്റ് നമ്മൾ തൊട്ടിട്ടുള്ളൂ, ആ ടൈമും നമ്പറും വേറെ ഒന്നും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ടൈം, വെൻ, എക്സാക്ട്ലി, നമ്പേഴ്സ്, മെനി, ഹൗ മച്ച്, എക്സാക്ട്ലി, യൂസ് ആയിട്ട് വേർഡ്, റീഫേഴ്സ് വിത്ത് നൗൺ ഓർ എ വേർഡ്. നമ്മൾ വേറെ നോക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ
ഒരു ബേസിക് സെന്റൻസ് എടുത്തിട്ട് ഒരു ബേസിക് ഫാക്ട് എടുത്തിട്ട് അതിന്റെ ആദ്യം ടൈം ആഡ് ചെയ്യുക, പിന്നെ നമ്പർ ആഡ് ചെയ്യുക, പിന്നെ അതിപ്പോ അഡ്വർബ് ആഡ് ചെയ്ത് ഇത് അതിന് കൃത്യമായിട്ട് ആ ഡ്രാമാറ്റിക്കലി ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റീപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ നൗൺ നമ്മൾ അഡ്വർബ് ആഡ് ചെയ്യുക, പിന്നെ സെന്റൻസ് നൗൺ. ഇതിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ് കേട്ടോ. സോ now we know that this way we can make it. Okay, so വേറെ കുറച്ച് കോമ്പൗണ്ട് സെന്റൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വെറുതെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ച കോമ്പൗണ്ട് സെന്റൻസ് ആയിരുന്നു, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. When Tom reads the novels, ബാസ്കറ്റ് ആണ്, സെന്റൻസ് ആണ്. DC. Jack reads comics. I see. But I see. നമ്മൾ കണ്ട ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ട് അല്ലേ? ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് ഇത്രയും വെച്ച് നോക്കുകയാണെങ്കിൽ. ഡിപെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്, കോംപ്ലക്സ് സെന്റൻസ് ആണ്, പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് വന്നിരിക്കണം. ഇവിടെ നോക്കുക, ടോം റീഡ്സ് നോവൽ ആൻഡ് ജാക്ക് റീഡ്സ് കോമിക്സ്. ഓക്കെ, ഇത്രയും വരുമ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആണ്. മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്കുകയാണെങ്കിലോ, ജാക്ക് റീഡ്സ് കോമിക്സ് ബിക്കോസ് ദ ബുക്സ് ആർ ടു ഡിഫിക്കൽട്ട്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സെന്റൻസ് ആയിട്ട് നമുക്ക് തന്നെ അറിയാം നോക്കാനായിട്ട്. ഫോർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. ടെൻസ് എന്താ? റീഡ്സ്. വെൽ ഡൺ. ഫോർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ അത് ഉണ്ട്. ഇവിടെ ബട്ട് ചേർത്തോണ്ട് ഫാൻ ബോയ്സിന്റെ ബട്ടാണ്, കറക്റ്റ് ആണ്, അത്രയും കറക്റ്റ് ആണ്. ഇവിടെ ബിക്കോസ് അവിടെ കോമ ആവശ്യമില്ല, കാരണം ബാസ്കറ്റ് ബാക്കിൽ വെച്ചേക്കണേ. ബിക്കോസ് ദ ബുക്സ് വർ, ആ ബുക്കോസ് വാക്ക് ആ സെന്റൻസ് വന്നുകൊണ്ട് ഫോർ വാട്ട്, വാട്ട് അബൌട്ട് ഇറ്റ്. പെർഫെക്റ്റ്. അടുത്ത ശ്രദ്ധിക്കുക, ജാക്ക് who read comics rarely reads novels. However, comma, Tom enjoy novels. I see plus DC, semicolon, however. Just look up for what? Jack. What about Jack? Rarely reads novels. അവിടെ കോമ വന്നതുകൊണ്ടാ ജാക്കിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് കോമ വന്നേക്കണേ. കാരണം അത് നോൺ എസെൻഷ്യൽ ആണ്. അവിടെ ഇല്ലെങ്കിലും നമുക്ക് അർത്ഥം കിട്ടും. അതേസമയം ദ ബോയ് എന്ന് പറയുവാണെങ്കിൽ അവിടെ കോമ വരില്ല. അപ്പൊ ഏത് ബോയ് ആണ്? നോവൽ വായിക്കുന്ന ബോയ് ആണ്. ഓക്കെ, അപ്പോ തീരെ കേട്ടത് എടുത്തോക്കുക. കണ്ടോ, നമ്മൾ പറയാം പ്യൂപ്പിൾ ഹൂ റീഡ് കോമിക്സ്. അവിടെ കോമ ഇല്ല കേട്ടോ, കാരണം ദാറ്റ് ഈസ് എസെൻഷ്യൽ ആണ് അവിടെ. റെയർലി റീഡ് നോവൽസ്. ഫോർ വാട്ട്? ഓക്കെ, ബാസ്കറ്റ് നടുക്ക് വെച്ചെങ്ങനെ. വാട്ട് അബൌട്ട് ഇറ്റ്? ഓക്കെ, അപ്പോ നമ്മൾ തറവാട് പഠിച്ചാണ് ബിക്കോസ്, സിൻസ്, ആഫ്റ്റർ, ഓർ, ദ, വെൻ, ദാറ്റ്, ഹൂ, വിച്ച്, ദാറ്റ്. അത് ബാസ്കറ്റ് നടുക്ക് വെക്കാൻ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ കണ്ടാണ് അതൊക്കെ. നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. നമുക്ക് ഇത്തിരി ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ബേസിക്കലി പറയേണ്ട കാര്യം നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എക്സ്ട്രാ ഒന്നും പഠിക്കണ്ട. ഞാൻ ആ ഫേസ്ബുക്കിൽ ഇട്ട ആ സാധനം ആ പേജിന്റെ അകത്ത് പോയിട്ട് ആ സെന്റൻസുകള് കാണാപ്പാഠം പഠിക്കാതെ അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കുക. അർത്ഥങ്ങൾ എങ്ങനെയാണ് മാറിപ്പോകുന്നത്, എന്ത് ടെൻസ് ആണത്. പിന്നെ നോക്കേണ്ടത് ബൈക്ക് എവിടെയാ, ബാസ്കറ്റ് എവിടെയാ. ഓക്കെ, എന്റെ അവിടെ കോമ്പൗണ്ട് സെന്റൻസ് ആപ്ലിക്കബിൾ ആണോ, എങ്ങനെയാണ് കോമ്പൗണ്ട് സെന്റൻസ് വന്നിരിക്കുന്നത്, ആ കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര കോമ വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് അവിടെ കോമ വന്നു, ഇങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു സംഭവങ്ങൾ പോയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. Thank you. Good night.